ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ഇനിയിപ്പോഴേ മാസം ശമ്പളം വാങ്ങിക്കാൻ നിങ്ങളുടെ ഏട്ടന്റെ അടുത്തേക്ക് മാത്രമല്ല, അവളുടെ അടുത്തേക്കും പോയി കൈ നീട്ടണം. സ്വത്തിന്റെ നല്ലൊരു ഭാഗം അവളുടെ പേരിലേക്ക് നിങ്ങളുടെ ഏട്ടൻ എഴുതി വെക്കാൻ പോവാ. ഇനിയിപ്പോ അവളും കൂടി ചെക്കിൽ സൈൻ ചെയ്താലേ അത് പാസ്സാവൂ. ഇടിപിടി നീൾ എന്തൊക്കെയാ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നെന്ന് അയാളോട് പോയി ചോദിക്ക്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലേ പിന്നെ ഇവിടുന്ന് ഇറങ്ങാം. എനിക്ക് പോവാൻ എന്റെ വീടെങ്കിലും ഉണ്ട്. നിങ്ങൾ എങ്ങോട്ട് പോവും? മേഘേട്ട വന്നല്ലോ. മേഘേട്ട ഇതൊക്കെ അറിഞ്ഞോ? ഓ, എല്ലാവരും അറിഞ്ഞു. ആർക്കും അയാളുടെ മുന്നിൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല, നിങ്ങളുടെ അമ്മയ്ക്ക് പോലും. സ്വത്തും ബിസിനസ്സും ഒക്കെ അയാൾക്ക് അവകാശപ്പെട്ടതാന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് പിന്നാലെയാ ഇപ്പൊ അതെല്ലാം അവൾക്കും കൂടി കൊടുത്തിരിക്കുന്നെ. എന്ന് വെച്ചാ അവള് കോടീശ്വരി ആയി. ഇനി ഈ തറവാടും അവളുടെ പേരിലാവും. അങ്ങനെ വന്നാ അവളുടെ അനുവാദം വേണം നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ. ഇതൊക്കെ സംഭവിക്കുന്ന എനിക്ക് മേഘേണ്ണ അറിയായിരുന്നു. അതുകൊണ്ടാ അയാളെ ഇല്ലാതാക്കാൻ ഞങ്ങളൊക്കെ നോക്കിയത്. എന്നിട്ട് ഇല്ലാതായില്ലല്ലോ. ഒന്നിനും കഴിവില്ല നിങ്ങൾക്കൊക്കെ. അതുകൊണ്ട് അയാൾക്കൊപ്പം അവളുടെയും പാദസേവ ചെയ്ത് നിങ്ങളൊക്കെ ജീവിക്കാൻ നോക്ക്. എനിക്കതിന്റെ കാര്യമൊന്നുമില്ല. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് നീ പോകരുത് കരണേ. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇന്ന് മഹാറാണിയെ പോലെയാ മഹാലക്ഷ്മി നിങ്ങളുടെ ഏട്ടന്റെ മുന്നിൽ നിന്നത്. അങ്ങനെ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവോ? അതുപോലുള്ള സന്തോഷങ്ങൾ എനിക്ക് തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും വേണ്ട. നിങ്ങളുടെ ഏട്ടന്റെ മുന്നിലേക്ക് പോയി എന്ത് തോന്നിയോസോടോ ചെയ്തെന്ന് ചോദിക്കാനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടോ? ഇത്ര നിസ്സാരമായിട്ട് മേഘേണ്ണ അമ്മാവനൊന്നും തളരില്ല. ഇതിന് തക്കതായ തിരിച്ചടികൾ അയാൾക്ക് കൊടുത്തിരിക്കും. പിന്നെ കൊടുക്കും. അയാൾക്ക് തിരിച്ചടി കൊടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അയാളാ തിരിച്ചിങ്ങോട്ട് ഓരോന്ന് തരുന്നത്. ഞാൻ ഭയന്നിരുന്നതാ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നെ. എല്ലാം പോയി. ഇനി ഈ വീടും കമ്പനിയും ഒക്കെ മഹാലക്ഷ്മി ഭരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കില് നമ്മള് ലക്ഷ്മി പൂജ ചെയ്യണം. നീ ഇങ്ങനൊന്നും ചിന്തിക്കാതെ കരുണേ. ചിന്തിച്ചേ പറ്റൂ. ഭർത്താക്കന്മാര് കഴിവട്ടവന്മാരായി പോയാ പിന്നെ പെണ്ണുങ്ങള് തൂങ്ങിച്ചാവുന്ന നല്ലത്. ആത്മഹത്യ ചെയ്യാൻ എനിക്ക് മടിയാ. എങ്കിലും നിങ്ങൾക്ക് എന്നെ ഒന്ന് കൊന്നു തന്നൂടെ? ഇറങ്ങിപ്പോ എന്റെ മുന്നിന്. നിങ്ങളെ എനിക്ക് കാണണ്ട. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോ. പിന്നെ ഒരു കാരണവശാലും തിരികെ വരില്ല. ഒരിക്കലും വരില്ല.